മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിസുംഭാവഹേ സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവിമാഹാത്മ്യത്തിൽ തുടരുകയാണ്. രക്തബീജനെ കൊല്ലാനുള്ളതായിട്ടുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായി. എല്ലാ ദേവതകളുടെയും ശക്തികളും ശ്രമിച്ചു. പക്ഷേ ഓരോരോ പ്രഹരത്തിനും ഓരോരോ ആയുധങ്ങൾ കൊണ്ടുള്ളതായിട്ടുള്ള പ്രഹരത്തിനും രക്തബീജൻ്റെ ദേഹത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ രക്തത്തിൽ നിന്ന് ഓരോ അസുരന്മാർ, ഓരോ തുള്ളിക്കും ഓരോ അസുരന്മാർ എന്നുള്ള നിലയിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഭൂമി മുഴുവൻ നിറഞ്ഞു. എല്ലാവർക്കും ഭയമായി. ഈ അസുരന്മാർ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാണ്. ദേവന്മാരുടെ വിഷാദം കണ്ടിട്ട് അംബിക ദേവി കാളിയോട് പറഞ്ഞു, ഇനി ആ വീഴുന്നതായിട്ടുള്ള നിരത്ത് വീഴുന്നതായിട്ടുള്ള രക്തം മുഴുവനെ വീഴുന്നതിന് മുൻപ് അതൊക്കെ പാനം ചെയ്യാനായിട്ട് വലുതാക്കിയിട്ട് ആ രക്തം മുഴുവൻ പാനം ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ദേവി പറഞ്ഞതനുസരിച്ച് കാളി അതിനൊരുങ്ങി നിന്നു. ദേവിയുടെ പ്രഹരം കൊണ്ട് രക്തബീജൻ രക്തബീജനെ വധിക്കുന്നതായിട്ടുള്ള കഥയാണ് ഇനി പറയണത്. മുഖേന കാളീ ജഗൃഹേ ശോണിതം തച്ഛരീരജം തതോസാവജഘാനാഥ ഗദയാ തത്ര ഗണ്ഡികം ന ചാസ്യാവേദരം ചക്രേ ഗദാപാതോൽപ്പികാമപി. മുഖേന കാളീ ജഗൃഹേ, കാളി അംബിക പറഞ്ഞതനുസരിച്ച് തൻ്റെ വായ കൊണ്ട് ആ ദേവിയുടെ പ്രഹരം കൊണ്ട് രക്തബീജനിൽ നിന്ന് വീണതായിട്ടുള്ള പ്രവഹിച്ചതായിട്ടുള്ള രക്തം മുഴുവനെ കാളി പാനം ചെയ്തു എന്നാണ്. മുഖേന കാളീ ജഗൃഹേ, തൻ്റെ വായ കൊണ്ട്, മുഖം വെച്ചാൽ അവിടെ വായ എന്നുള്ള അർത്ഥമുള്ളൂ, ജഗൃഹേ സ്വീകരിച്ചു, അതൊക്കെ വായിലാക്കി എന്നുള്ളതാണ്. ശോണിതം തരീരജം, ആ രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് വന്നതായിട്ടുള്ള ശോണിതത്തെ, രക്തത്തെ മുഴുവൻ കാളി പാനം ചെയ്തു. തതഃ അസൗ അജഘാന അഥ ഗദയാ തത്ര ചണ്ഡികം. തതഃ അനന്തരം അസൗ ഇവൻ, അതായത് രക്തബീജൻ, അജഘാന തടിച്ചു, അജഘാന തടിച്ചു തന്നെ. ഗദയാ, എന്തുകൊണ്ട്? ഗദ കൊണ്ട് ചണ്ഡികാം അജഘാന, ചണ്ഡികയെ ദേവിയെ തൻ്റെ ഗദ കൊണ്ട് പ്രഹരിച്ചു രക്തബീജൻ എന്നാണ്. തതോ അസൗ, അസൗ വെച്ച രക്തബീജൻ, അജഘാന അഥ ഗദയാ തത്ര ചണ്ഡികാം, അഥ അനന്തരം അസൗ ഇവൻ, ഈ രക്തബീജൻ, ഗദയാ ചണ്ഡികാം അജഘാന, ഗദ കൊണ്ട് ചണ്ഡികയെ ദേവിയെ പ്രഹരിച്ചു. ന ചാസ്യാവേദനം ചക്രേ, എന്നാൽ ആ പ്രഹരം ഒന്നും ദേവിക്ക് യാതൊരു വേദനയും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. ന ചാസ്യ വേദനം ചക്രേ ഗദാപാത അൽപ്പികാമപി, ഈ ഗദ കൊണ്ടുള്ളതായിട്ടുള്ള പീഡ ഇതുണ്ടല്ലോ, താടനം, അത് ദേവിക്ക് അല്പം പോലും അൽപ്പികാം അപി, ഒട്ടും തന്നെ വേദനയെ ഉണ്ടാക്കിയില്ല എന്നാണ്. ദേവിക്ക് അതൊട്ടും വേദനിച്ചേ ഇല്ല, ഇയാളുടെ പ്രഹരം ദേവിക്ക് വേദനിച്ചതേ ഇല്ല എന്നുള്ളതാണ്. തസ്യാഹതസ്യ ദേഹത്തു ബഹു ശുശ്രാവശൂണിതം യതസ്തതസ്തത്വക്ത്രേണ ചാമുണ്ട സംപ്രതീക്ഷതി. തസ്യ ആഹതസ്യ, ഇനി ആ ദേവി രക്തബീജനെ പ്രഹരിച്ചപ്പോൾ, തസ്യ ആഹതസ്യ, ആഹതനായിട്ടുള്ള അവൻ്റെ, ദേവിയുടെ പ്രഹരം കിട്ടിയതായിട്ടുള്ള ദേവിയുടെ ദേവി ശസ്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ രക്തബീജന്റെ ദേഹത്തിൽ നിന്ന് വന്നതായിട്ടുള്ള രക്തം, അത് ദേഹാത്തു, ആ ദേഹത്തിൽ നിന്ന് ബഹുശുശ്രാവ ശോണിതം, ധാരാളം ശോണിതം വന്നു. ആ രക്തബീജന്റെ ദേഹത്തിൽ നിന്ന് വീണ്ടും അനവധി രക്തം വാർന്നു എന്നുള്ളതാണ്. യതസ്തതസ്തൽ സർവത്രേണ, എവിടെയൊക്കെ രക്തം വീണുവോ, രക്തം വാർന്നുവോ, അതെല്ലാം തന്നെ യതഃ തതഃ യതഃ തദ്, അതെല്ലാം തന്നെ എവിടെ നിന്നെല്ലാം രക്തം വാർന്നുവോ അതൊക്കെ തന്നെ വക്ത്രേണ ചാമുണ്ട സംപ്രതീക്ഷതി. ചാമുണ്ട കാളി അത് മുഴുവൻ വക്രം കൊണ്ട്, തൻ്റെ
വായ കൊണ്ട് സ്വീകരിച്ചു എന്നാണ്. വീണ രക്തം മുഴുവനെ, രക്തബീജന്റെ ദേഹത്തിൽ നിന്ന് വീണതായിട്ടുള്ള രക്തം മുഴുവനെ ചാമുണ്ട തൻ്റെ വക്രം കൊണ്ട് സ്വീകരിച്ചു എന്നാണ്. മുഖത്ത് ആക്കി. മുഖേ സമുൽഗതായസ്യാഃ രക്തപാതാന്വഹാസുരാഃ താംശ്ചഖാദാഥ ചാമുണ്ഡാ പവൗ തസ്യ ച ശോണിതം. മുഖേ സമുൽഗതാഃ യസ്യാഃ മുഖേ സമുൽഗതാഃ, ആരുടെ മുഖത്താണോ ഉണ്ടായത്, അതായത് മുഖത്തേക്കാണല്ലോ ഈ രക്തം മുഴുവനെ വന്നത്, ആ മുഖത്തിൽ അപ്പോൾ വീണ്ടും അസുരന്മാരുണ്ടായി എന്നാണ്. ആ മുഖത്തിൽ അസുരന്മാരുണ്ടായപ്പോൾ ആ അസുരന്മാരെ കൂടി ചഖാദ, അവൾ ഭക്ഷിച്ചു, ചാമുണ്ട ഭക്ഷിച്ചു. ആ മുഖത്ത് വീണതായിട്ടുള്ള, മുഖത്ത് എന്ന് വെച്ചാൽ ഭൂമിയിൽ തന്നെയാണല്ലോ, അപ്പം അതുകൊണ്ട് അവിടെ വീണതായിട്ടുള്ള, വായിൽ വീണതായിട്ടുള്ള രക്തങ്ങളെ മുഴുവൻ, രക്തബിന്ദുക്കളെ മുഴുവൻ, അവിടെ ഉണ്ടായതായിട്ടുള്ള അസുരന്മാരെ ഒക്കെ ഭക്ഷിച്ചു എന്നാണ്. രക്തപാതാൻ മഹാസുരാഹ, അവിടെ മുഖത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള രക്തപാതം കൊണ്ട്, രക്തം മുഖത്ത് വീണതുകൊണ്ട് ഉണ്ടായതായിട്ടുള്ള മഹാസുരന്മാരെ, ഏതെല്ലാം മഹാസുരന്മാരാണോ ഉണ്ടായത്, താംശ്ചഖാദ, താൻ ചഖാദ എന്ന് വരും. താൻ അവരെ എല്ലാം തന്നെ ചഖാദ ഭക്ഷിച്ചു. അഥ ചാമുണ്ട അവരെയെല്ലാം ചഖാദ ഭക്ഷിച്ചു. പവൗ തസ്യ ച ശോണിതം, അവരുടെ രക്തങ്ങളും കുടിച്ചു, അവരിൽ നിന്നുള്ളതായിട്ട് രക്തങ്ങളൊക്കെ ഭക്ഷിച്ചു എന്നാണ്. ഒട്ടും തുള്ളി വീഴാൻ സമ്മതിച്ചില്ല. ദേവീ ശൂലേന ചക്രേണ ബാണൈരസിഭിരിഷ്ടിഭി ജഘാന രക്തബീജം തം ചാമുണ്ട അപീതശോണിതം. ദേവി ശൂലേന, ശൂലം കൊണ്ടും, ചക്രേണ ചക്രം കൊണ്ടും, ബാണൈഹി ബാണങ്ങളെ കൊണ്ടും, അസിഭിഹി വാളുകൾ കൊണ്ടും, ഋഷ്ടികളെ കൊണ്ടും, ജഘാന രക്തബീജം രക്തബീജനെ പ്രഹരിച്ചു. ആ തം ചാമുണ്ട അപീത ശോണിതം, ആ രക്തബീജനെ പ്രഹരിച്ചു എന്ന് പറഞ്ഞു. ചാമുണ്ട അപീത ശോണിതം, ആ പ്രഹരിച്ചപ്പോൾ ഉണ്ടായതായിട്ടുള്ള ആ രക്തം മുഴുവനെ ചാമുണ്ടയാൽ പാനം ചെയ്യപ്പെട്ടു, ചാമുണ്ട കുടിച്ചു എന്നാണ്. ഓരോ പ്രഹരത്തിനും ഉണ്ടാകുന്നതായിട്ടുള്ള രക്തം മുഴുവൻ ചാമുണ്ട ഭക്ഷിച്ചു, കുടിച്ചു. അങ്ങനെ ചാമുണ്ടയാൽ ആഭീതമായിട്ടുള്ള കുടിക്കപ്പെട്ട രക്തത്തോടു കൂടിയതായ ആ രക്തബീജനെ പല ആയുധങ്ങളെ കൊണ്ടും പ്രഹരിച്ചു ദേവി എന്നാണ്. സപപാതമഹീ പൃഷ്ഠേ ശസ്ത്രസംഘസമാഹത നിരക്തശ്ച മഹീപാല രക്തബീജോ മഹാസുരഃ. അല്ലയോ മഹീപാല രാജാവേ, സുരഥനോട് കഥ പറയണതാണ്. അല്ലയോ മഹാരാജാവേ, സപപാത മഹീപൃഷ്ഠേ, ആ രക്തബീജൻ മഹീപൃഷ്ഠേ പപാത, ഭൂമിയിൽ വീണു, നിപതിച്ചു. മഹീപൃഷ്ഠേ, ഭൂമിയുടെ പുറത്ത് ഭൂമിയിൽ വീണു എന്നാണ്. പപാത നിപതിച്ചു. ശസ്ത്രസംഘ സമാഹത, ശസ്ത്രസംഘങ്ങളെ കൊണ്ട് ആഹതനായിട്ട് അനവധി ശസ്ത്രങ്ങൾ പ്രയോഗിച്ചു ദേവി. അതുകൊണ്ടൊക്കെ ആ രക്തം മുഴുവനെ വാർന്നു. ആ വാർന്ന രക്തം മുഴുവനെ പാനം ചെയ്യുകയും ചെയ്തു ചണ്ഡിക എന്നാണ്. അപ്പം അങ്ങനെ ശസ്ത്രസംഘ സമാഹത, ശസ്ത്രസംഘത്താൽ അനവധി ശസ്ത്രങ്ങളാൽ ആഹതനായിട്ടുള്ള പ്രഹരിക്കപ്പെട്ട ആ രക്തബീജൻ മഹീപൃഷ്ഠേ പപാത, ഭൂമിയിൽ നിപതിച്ചു, ഭൂമിയുടെ പുറത്ത് നിപതിച്ചു. നീരക്ത, രക്തമൊന്നും ഇല്ലാണ്ടായിട്ടാണ്. രക്തം ഭൂമിയിലേക്ക് വാർന്നു പോവാൻ രക്തമൊന്നുമില്ല, ഇങ്ങനെ നിരക്തശ്ച, നിരക്തനായിട്ട്, രക്തമൊന്നും ഇല്ലാത്തവനായിട്ട് ഭൂമിയിൽ നിപതിച്ചു എന്നാണ്. രക്തബീജോ മഹാസുര, ആ രക്തബീജൻ എന്നുള്ളതായ മഹാസുരൻ ആ ഭൂമിയുടെ മുകളിൽ നിപതിച്ചു എന്നാണ്. ശസ്ത്രസംഘാത സംഘസമാഹത, അനവധി ശസ്ത്രങ്ങളാൽ ആഹതനായിട്ട് പ്രഹരിക്കപ്പെട്ട് നീരക്തനായി, രക്തമൊന്നുമില്ലാതെ കണ്ട് ഭൂമിയിൽ വീണു ആ രക്തബീജൻ എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.